ഹലോ, ഇതാരേത്? പട്ടി അടക്കണ പോലെയാണല്ലോ വന്നിരിക്കണേ. എത്ര കൂടിയിട്ട് കൊളസ്ട്രോൾ ഇങ്ങോട്ട് കുറയുന്നില്ല. എടോ, രാവിലെ എഴുന്നിട്ട് നന്നായിട്ട് ഓടണം, അല്ലെങ്കിൽ നടക്കണം. ഓടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ആരെങ്കിലും ഓടിക്കണം. അതൊക്കെ എന്നെ കണ്ടുപിടിക്കത്തേ. ഞാൻ രാവിലെ എവിടെ പോയാലും പ്രഭാതത്തിൽ പേപ്പറുമായിട്ടേ വരത്തുള്ളൂ. പേപ്പർ വായിച്ച ഇങ്ങനെ അങ്ങ് ഇരിക്കും. എന്നാലും രാവിലെ കൃത്യമായിട്ട് പത്രം വായിക്കുന്നുണ്ടല്ലേ? അതെ അതെ അതെ, നമുക്ക് ശീലമായി പോയിടൂ. ആണല്ലേ? ഇതാണോ ബാഹുലേന്റെ തൊഴിൽ വാർത്ത? അല്ല, ആർക്കും ശല്യമല്ലല്ലോ. അവിടെ നടക്കുന്ന പെൺകുട്ടികളെ ഇതോട് കാണുകയും ചെയ്യാം, എനിക്ക് വാർത്തയും വായിക്കാമല്ലോ. അതിനുവേണ്ടി അതിനെ പരിപാടി. താമസമല്ലോ. വേറൊന്നും പറയണ്ട മച്ചാനെ, രാവിലെ കൊച്ചുമോന്റെ ഡ്യൂക്ക് കൊടുത്തിട്ട് ബീച്ച് വഴി ഒരു കറക്കം ഏതാ കൊച്ചുമോന്റെ ഡൂക്ക് എന്നാന്നറിയാവോ? ചെയിൻ തെറ്റിയ സൈക്കിൾ. എന്നാ പറഞ്ഞാലും കൃത്യമായിട്ട് രാവിലെ വായി നോക്കാൻ വരും കേട്ടോ. ബ്രോ അത് മാത്രം പറയില്ല, എന്റെ ഭാനുമതി പോയതിനു ശേഷം ഇന്ന് വരെ ഞാൻ ഒരു പെണ്ണുങ്ങളുടെ കണ്ണി പോലും നോക്കിട്ട് അറിയാം ബ്രോ. അല്ല, അപ്പൊ രണ്ടാമത് കെട്ടിയതോ ഒന്നാ? സുമതി. അവള് മറ്റേ എന്റെ ഭാര്യയുടെ ഗർഭം എടുക്കാൻ വന്ന വയറ്റാറ്റല്ലേ. ഭാനുമതി പോയപ്പോ ഞാൻ സുമതിയെ കല്യാണം കഴിച്ചു. ഞങ്ങളുടെ ജീവിതം അങ്ങ് പുഷ്പിച്ച് 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 വന്നപ്പോ അവളെ ഈശ്വരൻ കൊണ്ടുപോയി ബ്രോ. അല്ലെങ്കിലും അങ്ങനെ കണ്ണുള്ളപ്പം കണ്ണിന്റെ കാഴ്ച അറിയില്ലല്ലോ. നല്ലവരൊക്കെ ഈശ്വരൻ അങ്ങ് മേലോട്ട് കൊണ്ടുപോകും. മേളിരിക്കുന്ന ഈശ്വരൻ, മേളിരിക്കുന്ന ഈശ്വരനല്ല, കറവക്കാരൻ അണ്ണാച്ചി ഈശ്വരൻ. അവൻ എന്റെ പശുവിനെ കറക്കാൻ വന്ന് കറക്കി എന്റെ ഭാര്യയെ കറക്കൊണ്ടല്ലേ പോയത്. പശുവിനെ കറക്കാൻ വന്നപ്പോ ഭാര്യയെ കറക്കിക്കൊണ്ട് പോയത്. ഇത് ശിഷ്ടകാലം ഒരു 10-20 വയസ്സായ പ്രായമുള്ള ഒരു പെൺകുട്ടിയും കല്യാണം കഴിച്ച് സുഖം മാറ്റി എനിക്ക് അങ്ങ് ജീവിക്കണം. അതിന്റെ കഷ്ടകാലായിരിക്കും. അല്ല, അതെന്തിനാ? എനിക്കില്ലേ ബ്രോ വികാരവും വിചാരങ്ങളൊക്കെ? എന്റെ വികാരം ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. ബ്രോയെ ദൈവം അനുഗ്രഹിക്കും ബാപ്പു. മനസ്സിലായി. രാവിലെ പിള്ളേരെ കാണാൻ ബാക്കി ഇറങ്ങി. രാവിലെ ഞങ്ങള് വ്യായാമത്തിനാണ്. എനിക്കറിഞ്ഞൂടെ, ഇത് കായികാഭ്യാസമല്ല നയനാഭ്യാസമാണ്. ബാബുരായോ? എന്തോ മക്കളൊക്കെ അമേരിക്കയിലല്ലേ? 2 പേരാ. ആണല്ലേ? മക്കളൊക്കെ എന്തെങ്കിലും തരുവോ? മൂത്തവനൊന്നും തരില്ല, പക്ഷെ ഇളയവൻ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോ തരണമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഒഴിഞ്ഞങ്ങ് മാറും. എന്നാലും ഇളയവൻ നോക്കൂ. നോക്കും. ഒറ്റ നോട്ടം നോക്കിയാൽ മതി, നിന്ന് മൂത്രം ഒഴിച്ചു ഏരിയയിലോട്ട് പോലും പോകത്തില്ല. 2 ദിവസം പാടെ എന്റെ ഒരു 200 രൂപ മേടിച്ചായിരുന്നു. ആര്? നീ തന്നെ. ഞാനോ? എപ്പാ കീറിയാൻ പറ്റൂട്ടോ? ഞാൻ ഓർക്കുന്നില്ല. മറന്ന എനിക്കറിയില്ല. നീ തമാശ പറയല്ലേ? ഞാൻ മേടിച്ച കൊടുക്കുന്നവനാ. ഓർക്കുന്നില്ല നീ? ഇല്ല. അതെ, നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ നമ്മുടെ കൂടെ പഠിച്ചൊരു മല്ലികേന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? അരപ്പാവാട ഇട്ട് പുറകെ കുത്തുന്ന ബ്ലൗസൊക്കെ വെച്ച് മുടി ഇങ്ങനെ പിന്നിട്ട് അതിൽ പൂവൊക്കെ വെച്ച് കൺമുമ്പിൽ ഇപ്പോഴും നിൽക്കുക. ഞാൻ എന്തുമാത്രം പുറകെ നടന്നതാ, അതൊന്നും മറന്നിട്ടില്ല. 55 വർഷം മുമ്പുള്ള കാര്യം നീ ഓർത്തു. 2 ദിവസം മുമ്പ് മേടിച്ച പൈസ നീ വലിച്ചങ്ങ് വിട്ടാ. എന്നാ പണിയാ? ഓർമ്മക്കുറവുണ്ട്. കിട്ടുമ്പോൾ തരും. ഇത്രയും കാലം നമ്മൾ ഈ പാർക്കിൽ വന്നിട്ട് ആ ഒരു കൊച്ചിന്റെ ഏതെങ്കിലും ഒരാളെ കൊച്ചിന്റെ ഒരു നമ്പർ പോലും വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ മേടിച്ചത് നടക്കാത്ത കാര്യം ബ്രോ. നടക്കുന്ന കാര്യമാണ്. ഞാൻ മേടിച്ചു തന്നിരിക്കും. ഉണ്ട്. എന്നാ പോയിട്ടോ. ഒരു കാര്യം ചെയ്യും, എന്റെ ഫോൺ പിടിച്ചു ബ്രോ, ഞാൻ വിളിക്കും. അവിടെ ചെന്ന് വിളിക്കാം. ആയിക്കോട്ടെ. ഓക്കെ. നമ്പർ ഒപ്പിച്ചോണ്ട് വരണം. തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് വിശ്വാസം ആവണം. വിശ്വാസ വടിയൊന്നും പിടിക്കാൻ സ്മാർട്ടായിട്ട് പോവാം. കണ്ട കിടുക്ക എന്റെ കൊച്ചുമക്കൾ പോലും അപ്പൂപ്പാന്ന് വിളിച്ചിട്ടില്ല. എടാ, ഈ തലയൊക്കെ നിറച്ചിട്ടുണ്ട്. ഹൃദയം ഇപ്പോഴും 17 വയസ്സാ. പക്ഷെ നെഞ്ച് ധരിച്ചിട്ടുണ്ട്. നെഞ്ച് മാത്രമല്ല. മക്കളെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. വളരെ സന്തോഷം. അയ്യോ, ഇത് പുതിയ ആളാണോ? പുതിയ ആളാ. ഇവിടെ വന്ന് ഇങ്ങനെ കണ്ടിട്ടില്ല. എന്താ മോടെ പേര്? അഞ്ജന.
അഞ്ജന കണ്ണെഴുതി ഞാൻ കണ്ണെഴുതിയിട്ടില്ല. താലി ചാത്തി എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൂപ്പ. അറപുരവാതിലിൽ ഞാൻ കാത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ ചെവിക്കല്ല് നോക്കി ഞങ്ങൾ അടിച്ചിരിക്കും. അയ്യോ 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 നടപടിയുള്ള കേസ് കേട്ടല്ല ഞാൻ ചെല്ലാം. നോക്കട്ടെ. ജുറാസിക് പാർക്കിലെ ചെള്ളു പോണ പോലെ. എക്സ്ക്യൂസ് മീ. ഹായ്. നമ്മൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ചാറ്റ് ചെയ്യുന്ന മനു വർമ്മ നിങ്ങളാണോ? ഞാനാണ്. ഈ അപ്പൂപ്പനോ? ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നു, ഗോവ മേളയ്ക്ക് കൊണ്ടുപോകാം എന്നും പറഞ്ഞ്. ഈ പ്രായം വെച്ച് നോക്കുമ്പോഴേ ഗോവാമേളക്കല്ല പോണ്ടേ, കുംഭമേളക്കാ പോണ്ടേ. എനിക്ക് വല്ല മെസ്സേജ് ഇനി അയച്ചാ ഞാൻ പോലീസിൽ പഠിപ്പിക്കും. പറഞ്ഞേക്കാലോ ഇടിച്ചു. മെസ്സേജ് അല്ലേ അയച്ച, മിസൈലൊന്നും അല്ലല്ലോ ഇത്ര ദേഷ്യപ്പെടാനായിട്ട്. നമ്പർ വാങ്ങിച്ചോണ്ടോ? അതെ, മറ്റൊന്നും തോന്നണ്ട. പ്രായത്തിന്റെ ഒരു കുന്തിൽപ്പാട്ടം കണ്ടാൽ മതി. ആ നിൽക്കുന്ന ചുമല ടീഷർട്ടുകാരനെ കണ്ടോ? കണ്ടു. പുള്ളിക്ക് വലിവ. കാശിനാണോ? കാശിനല്ല, ഈ ശ്വാസത്തിന് ഭയങ്കര വലിവ. അപ്പൊ മരുന്നെടുത്തിട്ടില്ല. മരുന്നെടുത്താൽ കുഴഞ്ഞവിടെ വീഴും. നിങ്ങൾ പോകുന്നുണ്ടോ? ഇല്ല, ഞങ്ങള് പോകുന്ന കാര്യമല്ല, ഫോണുണ്ടോ? കുത്തിപ്പിടിക്കുന്ന ഫോണുണ്ടോ? ആ ഉണ്ടെങ്കിൽ മരുമോനെ ഒന്ന് വിളിച്ച് പറയാനാ. മരുമോളും മരുമോനും ഒക്കെ കാറെ കൊണ്ട് തരും മരുന്ന്. ഒന്ന് വിളിക്കാനാ. ആ ഫോൺ നമ്പർ പറഞ്ഞേ. അല്ല പറഞ്ഞത് അവരുടെ മരുമോളുടെ നമ്പർ. മരുമോളുടെ നമ്പർ എനിക്കറിയാം. ഞാൻ വിളിക്കാം. ഹലോ, ആ മരുന്ന് കൊണ്ട് വരുവോ? എന്നാ വരുന്നു? അല്ല മരുന്ന്, വലിവിന്റെ മരുന്ന് കൊണ്ടെങ്കിൽ വരണമെന്ന. ഓടാ, നീ എന്നാ വരുന്ന നീ പറഞ്ഞ? അല്ല വലിക്കുന്ന മരുന്നേ. അതെ, നമുക്ക് വലിക്കണമല്ലോ. ആ ശരി ശരി, ഞാൻ വരാം. അപ്പം മരുന്ന് കൊണ്ടുവരും വെച്ചോ. സന്തോഷം. അന്നാണ് നിങ്ങൾ നടക്കട്ടെ. ആയിക്കോട്ടെ. ആർക്കാ വലിവ്? ഞാൻ ഫോൺ ചെയ്യുമ്പോൾ നീ ഫോൺ എടുത്ത് പറയണ്ടേ? പെമ്പിള്ളേർ നീ നമ്പർ വാങ്ങിച്ച അത് പറ. നമ്പരോ ഇങ്ങോട്ട് നോക്കാം. 908070221110. ഈ പാർക്കിൽ വന്നിട്ട് കാര്യം എന്താണ്? ചെലവോട്ട് കേട്ടോ. സോറിടാ, ഞാൻ പ്രസവിക്കട്ടെ. നിനക്ക് ഉറപ്പായിട്ട് ഞാൻ ചെലവ് ചെയ്യും. 3-4 പെണ്ണ് കാണൽ നടന്നു. ഇതുവരെ ഉള്ള കല്യാണം ആയില്ലല്ലോ. ഇതാ നീ കൂടുതൽ സംസാരിക്കല്ലേ. എന്നെ പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു. എന്റെ അപ്പൻ കെട്ടിച്ചു കൊടുത്തില്ല. അതിന്റെ ചുരുക്കം. അതിന്റെ അപ്പ എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞതാ, തലയ്ക്ക് സ്ഥിരത ഇല്ലാത്ത എന്റെ മോളെ പോലെ തന്നെ ഒരാൾ വേണോ. സുനിത വിളിക്കണോ? ഞാൻ നോക്കട്ടെ. അയ്യോ സോറി അപ്പൂപ്പ. അപ്പൂപ്പൻ വർഗീസ് അപ്പൂപ്പനല്ലേ? അതെ. എന്നെ മനസ്സിലായ? ഇല്ല, ഞാൻ തെക്കേപ്പാടത്ത് ദിവാകരന്റെ മോൻ പ്രവീണ്. എനിക്ക് മനസ്സിലായില്ല. ഇല്ലേ? എന്റെ കണ്ണിന് ശകലം കാഴ്ച കുറവാടാവേ. ഡോക്ടറെ കാണിച്ചില്ലേ? ഡോക്ടറെ കാണിച്ചു പറഞ്ഞ് കണ്ണട വെച്ചാൽ കാഴ്ച കിട്ടും, പ്രശ്നം മാറും എന്ന് പറഞ്ഞു. കണ്ണട വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും പറഞ്ഞു. കണ്ണട വെച്ചാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കണമല്ലോ. തെക്കേപ്പാടത്തെ ദിവാകരന്റെ മോൻ പ്രവീണ്. നീ ഏതാണ്ടി? എന്താണ് നീ അവിടെ പോയ കാരണവന്മാരുമായിട്ട് വെറുതെ കയറി കോർത്തത്? അപ്പൂപ്പാന്ന് വിളിച്ചിട്ട് പോയത്. പയ്യൂക്കിന്റെ ബലത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോട് ചോദിക്കാറുണ്ട്. അത് ശരി, എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങളുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന്. ആരാത്? ആ വിശ്വരൂപത്തിന് ഞങ്ങൾ ഇപ്പോൾ ഇട്ടേക്കുന്ന പേര്. എന്ത് പേര്? നരസിംഹം. അയ്യേ, എന്റെ പൊണ്ണ് കാരണന്മാരെ, കയ്യൂക്കും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്ക് നിങ്ങളെക്കാളും നല്ല ആരോഗ്യം, ഞങ്ങൾ ചെറുപ്പമാണ്. എന്റെ പൊന്നു മോനെ, ഞങ്ങളുടെ നിങ്ങൾ വെറുതെ വെച്ചേക്കരുത് കേട്ടോ. ബലത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ വലിയ ആളെന്ന് നോക്കണ്ട. ഞങ്ങളോട് എങ്കിൽ ബലാബല ഒരു പരീക്ഷണം നടത്താം. ഞങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങള് ഒരു 20 എണ്ണം എന്തുവാ ഉച്ചപ്പ് 20 എണ്ണം അടി. 20 എണ്ണോ? ഈ നിൽക്കുന്ന പ്രശാന്ത് ഉണ്ടല്ലോ, ഒറ്റടിക്ക് 200 പുഷപ്പ് എടുക്കും അല്ലേ? ഒരുമാതിരി വൃത്തിയോട് പറയരുത്. 200 പുഷപ്പാ? നീ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്നല്ലോ. പിന്നെ അതൊക്കെ പണ്ട്. നീ മിണ്ടാരി. അവര് 20 പറഞ്ഞ ഞാൻ പറഞ്ഞ് കയറ്റി വെച്ചിട്ടുണ്ട്. 200 അടികളിയാ. നിനക്ക് പറയാം, നീ ചെയ്താൽ ഈ അടികളിയാ.
ഞങ്ങളുടെ ബാഗുലേയൻ 100 എടുക്കും. കൈകാര്യം വന്നതിൽ ഏത് ബാഗുലേ മനുഷ്യന്മാരെ വില കളയരുത്. ഞാൻ കാണിക്കും. അയ്യോ ഞാൻ പറഞ്ഞതല്ലേ അത് വെച്ചല്ലേ കാണിക്കും. ഈ കാർന്ന് ഒരു 100 ഉണ്ടാവും. അത് കാണണം. വിളിച്ചിട്ടേ കേട്ടാ ഇങ്ങനല്ല പുഷപ്പ്. ഒന്ന് രണ്ട് മൂന്ന് നാല് നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10 വരെ പഠിച്ചു. 10 11 12 13 നിന്റെ ഡേറ്റ് ഓഫ് ബർത്തോ? 1998. 99 ഇത് പറ്റുമല്ല, ഇത് നടക്കുമല്ല. നിങ്ങൾ ഉടായ്പ കാണിച്ച കേസാണ് ആ ഉടായ്പ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യ്. എന്നാ വേറൊരു കാര്യം, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള മത്സരം. പഞ്ച് പിടിക്കാനുണ്ടോ? പഞ്ചഗുസ്തി മത്സരത്തിൽ തുടർച്ചയായി 5 വർഷം ചാമ്പ്യൻഷിപ്പ് കപ്പെടുത്ത ആളാ ഈ നിൽക്കുന്നത്. നീ അങ്ങോട്ട് നോക്കിയേ. പഞ്ച പിടിക്കാം. പിടിക്കാം. ആരാ പഠിക്കുന്നത്? ഞാനല്ല. പിന്നെ? ദേ. ഇവിടെ ഒരു കുഴപ്പമില്ല. ശരപഞ്ചരത്തിലെ ജയനാണ്. ഇപ്പൊ തീർക്കും ഞാൻ. മക്കളെ നിന്റെ പേരെന്തോന്നടാ? രതീഷ്. രതീഷ്, നീ എവിടെ താമസിക്കണം? ഞാൻ പുളിയിറക്കണം. പുളിയിറക്കോണത്ത് ആരമോണ്ട? നീ ഞാൻ ചന്ദ്രന്റെ മോനാ. ഇവിടെ മറ്റേ 6 വർഷം ജയിലിൽ കിടക്കുന്ന ചന്ദ്രൻ. അത് തന്നെ. ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ചന്ദ്രൻ. അത് തന്നെ. ആ സമയത്തല്ലേ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്? സൈക്കോളജിക്കൽ കളിക്കാൻ മതി. ഞാനൊന്ന് മുട്ടി നോക്കണ്ട. ഞാൻ നമ്പർ വാങ്ങിക്കാം. വിളിക്കാം. മുട്ടി നോക്കുക. മുട്ടേ. എക്സ്ക്യൂസ് മീ. തന്നെയാണോ? യെസ്. എന്താ? എന്താ ഭവതിയുടെ പേര്? സുന്ദരി. സുന്ദരി. നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി കതിരില ചൂടി. വിരോധം ഇല്ലെങ്കിൽ ഫോൺ നമ്പറും തരൂ. എന്റെ പിന്നെ തരാലോ. അല്ല എന്തിനാ നമ്പർ? അല്ല, വയസ്സാം കാലത്ത് ആ. വീടിന്റെ ഏതെങ്കിലും കോലായിൽ ആ. വെള്ളമടിച്ച് ഫിറ്റായി പുതപ്പിനടി കിടക്കുമ്പോ ഒന്ന് ഫോൺ ചെയ്യാനും ഒന്ന് മെസ്സേജ് ഇടാനും വല്ലപ്പോഴും കുട്ടിക്ക് റീചാർജ് ചെയ്യാനും നമ്പറും തരൂ. പിന്നെന്താ? നോട്ട് ചെയ്തോ. പിന്നെന്താ നോട്ട് ചെയ്യാലോ? പറഞ്ഞോളൂ. 1 1 1 1 2. 2. ബാക്കി പറയൂ. ഫാൻസി നമ്പർ അത്രേ ഉള്ളൂ. അത്രേ ഉള്ള ആ. ലീല് വിളിച്ചാ കിട്ടുവോ? പിന്നെ ഭേഷായിട്ട് കിട്ടും. കിട്ടുവോ? ഉറപ്പ്? പിന്നെന്താ? കിട്ടും. പിന്നെ ഇപ്പൊ എല്ലാ ബസ്സിൽ അടിക്കേണ്ടിയിരുന്നത് കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു. അപ്പോഴവിടെ മത്സരം നടന്നു. അപ്പോഴാ ബസ്സിൽ അടിക്കേണ്ടിയിരുന്നത്. അല്ല ഈ വിസിൽ അതിനുള്ളതല്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിലൊരു മാച്ച് നടക്കണം. എന്തോ മാച്ച്? അത് ഈ പാർക്കിലൊക്കെ വരുന്ന പെൺകുട്ടികളെ ഇങ്ങനെ വളഞ്ഞു പിടിച്ചിട്ട് ഫോൺ നമ്പർ കാണുന്ന കുറെ കളവന്മാരുണ്ട്. അവർക്കുള്ള ഒരു ചെറിയൊരു മാച്ച്, അതിനുള്ള വിസിലാണ് ഇത്. ഇത് പിങ്ക് മോനിസ.